റെന ഫാത്തിമയും കാമുകനായ ആലിമും കൂടെ അടിച്ചു പിരിഞ്ഞു എന്നുള്ള ലെവലിൽ റെന ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. പുറത്തു പറയാൻ വിഷമമുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആലിബ് മൂഞ്ചിച്ചോ? സെക്കൻഡ് ചാൻസ് കൊടുത്ത ആള് മൂഞ്ചിപ്പോയി. എത്രത്തോളം ചീറ്റിങ്ങിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോർഗീവ് ചെയ്യും. ഭയങ്കര മനസ്സിലായി. നീ എന്നെ പറ്റിച്ചതാണ്. ഇൻസ്റ്റയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്ത് എന്നുള്ളൊരു ചർച്ചയും വരുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് സെക്കൻഡ് ചാൻസ് കൊടുത്താൽ അടിപൊളിയാവും, റിലേഷൻഷിപ്പ് സൂപ്പർ ആയി പോകും. സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം മറ്റൊന്നിനുമില്ല. ഇഷ്ടപ്പെടാന്നറിയാൻ സംഭവിക്കാം. നമ്മള് കൊറേ സെക്കൻഡ് ചാൻസ് കൊടുത്ത് ലാസ്റ്റ് ഇവരെന്നെ പറയും നമുക്ക് ബ്രേക്കപ്പ് ആവാം, എനിക്ക് എന്നെ പറ്റുന്നില്ല. നിരന്തരമായി ഇയാൾ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ടൊരു കയ്യും കാലം പിടിക്കും ചെയ്യും, ഇങ്ങനൊന്നും ചെയ്യില്ലെന്നും പറയും. എനിക്കൊരവസരം കൂടി തരണം. നമ്മളത് വിശ്വസിച്ചിട്ട് അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കും. നമ്മളിത് ഒരുപാട് കേട്ടിട്ടുള്ള. രണ്ടാമത്തെ പ്രാവശ്യം ചീറ്റ് ചെയ്യും, എന്നിട്ട് അത് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അവരുടെ ഒരു തൊലിഞ്ഞ കരച്ചിൽ ഡ്രാമ ഉണ്ടാവും. എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തിനാ എത്ര വലിയൊരു കള്ളം? ഇങ്ങനെ ഫോർഗീവ് ചെയ്ത് ജീവിതം നശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ആ ആളെ കൂടെ ജീവിച്ചാലും നടക്കാൻ പോകുന്നത്. പറയുമ്പോ ഫീൽ ചെയ്യരുത്, നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ നമ്മളെ ജീവിതം തൊലിക്കാം. ഇങ്ങനെ പറയാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേട്ടൻ ഇങ്ങനെ അന്തസ്സിലാ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്ന സാധനം എന്താണ്? ആലിബ് തേച്ചു അല്ലെങ്കിൽ റെന തേച്ചു, രണ്ടുപേരും ബ്രേക്കപ്പ് ആയി എന്നുള്ളതാണ്. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. വീട്ടുകാരെക്കാളും റെനയ്ക്ക് സ്നേഹം ഈ പറയുന്ന ബോയ് ഫ്രണ്ടിനോടാണ്. അനശ്വര പ്രേമത്തിന്റെയും അടങ്ങാത്ത നൊമ്പരത്തിന്റെയും മകിടോ ഉദാഹരണങ്ങളാണ് അവർ. ബിഗ് ബോസ് പോയപ്പോഴേ 50 ദിവസം നിന്നിട്ട് ആരെയും ഏറ്റവും കൂടുതൽ മിസ് ചെയ്തേ? ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം. ഇവക്ക് ഈ സ്വന്തം വീട്ടുകാരെയും വേണ്ട, സ്വന്തം ഉമ്മാനെ വേണ്ട, വാപ്പാനെ വേണ്ട, ആരും വേണ്ട. ആലിബ്. ആ തെണ്ടി ചെറുക്ക എന്ത് തെമ്മാടിത്തനം കാണിച്ചാലും അതൊക്കെ കുട്ടിക്കളിയാണെന്ന് വ്യാഖ്യാനിച്ചോളും. ഇപ്പൊ മനസ്സിലായല്ലോ. എന്തായാലും കുഴപ്പമില്ല, തേഞ്ഞെങ്കിൽ നല്ല കാര്യം. ഗ്രൗണ്ടിൽ കിടന്ന് ഷോ കാണിക്കുമ്പോ ആലോചിക്കണായിരുന്നു. രണ്ടുപേരും കൂടി തേഞ്ഞ് തേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തെങ്കിൽ ചീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല കാര്യം. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി.